ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നല്ല ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ചെവിട്ടിൽ പിടിക്കും. ഇത്തിരി കറിവേപ്പിലയും ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇറച്ചിക്ക് ആവശ്യമായ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ട് വരുന്നതിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അത് നമുക്ക് ഉള്ളി വാടുമ്പോഴത്തേനും അടുത്തത് നമുക്ക് ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കണം. എല്ലാ ഇറച്ചിയിലും പറ്റുന്ന പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം അത് അടച്ച് വെക്കാം. ഇനി നമുക്ക് അരപ്പിടാനായിട്ട് സവാളയെല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിനുള്ള ആവശ്യമായ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചിക്കനകത്തും കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഉള്ളിയിൽ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. പിന്നീട് ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു മൂത്ത മണം വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ കറിയിൽ ഈ കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്ത് കിടക്കുമ്പോൾ അത് കഴിക്കാനൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നീട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചത് ഒരു 3 തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചതാണ് അതിലേക്ക് അടിച്ച് ചേർത്ത് കൊടുത്തത്. അത് നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നീട് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേനും അതിന് ചിക്കൻ പെട്ടെന്ന് വേവാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിന് വേവുന്നതിന് നല്ലതായിരിക്കും. അപ്പോൾ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ചീനിയാണ് എടുക്കുന്നത്. ചീനിയൊക്കെ കഴുകി വേവിക്കാൻ വേണ്ടി ഞാൻ പാത്രത്തിലേക്ക് ആക്കുകയാണ്. നമുക്കത് ചീനി വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വഴറ്റിയെടുത്തതാണ് ചിക്കൻ കറി. ചീനിയൊക്കെ വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ ഈ ക്യാരറ്റും കിഴങ്ങും എല്ലാം ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇച്ചിരി കുറവാണെങ്കിലും നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ചീനിയും ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലാക്കി കഴിക്കാം. അപ്പോൾ ചീനിയൊക്കെ വിളമ്പി അതിലേക്ക് നമ്മൾ
ചിക്കൻ കറി ഒഴിക്കുകയാണ്. നല്ല കുറുകിയ ചിക്കൻ കറിയും അങ്ങോട്ട് ഒഴിച്ചു. പിന്നെ കുറച്ച് നെത്തോലി ഇരുന്നത് എടുത്ത് ഞാൻ വറുത്തായിരുന്നു. നെത്തോലി വറുത്തതും ഒക്കെ വെച്ച് നമുക്ക് കഴിക്കാം. കുറച്ച് ചിക്കൻ പീസും ചീനിയും മീൻ വറുത്തതും എല്ലാം കൂടെ വെച്ച് കഴിച്ചിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോഴെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.